ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ നെയിം കേരളൻ സിറ്റിസൺ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ഇതാണ് നമ്മുടെ വീട് ഗൈസ്, ഇതാണ് വീട്. നല്ല കാലാവസ്ഥയാണ്, മഴ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തിൻ്റെ അടിപൊളി സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഒരു മിനിറ്റ് ഗൈസ്, ഗേറ്റ് അടച്ചിട്ടില്ല. നമുക്ക് ഇവിടെ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കമാം. നല്ല മഴ പെയ്ത ഇതൊക്കെ ഭയങ്കര ഇതാണ്, നോക്കി നടക്കണം, വഴുക്കും. ഗൈസ് പാടങ്ങളൊക്കെ കണ്ടിട്ട് അല്ലേ? പാടം കൃഷി പാടങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. ഇങ്ങോട്ട് പോലെ പാടങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഗൈസ്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാടങ്ങളും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നല്ല സൂപ്പർ പരിവ. വരി, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഷോർട്ടിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നല്ല സ്ഥലമാണ്. അപ്പോൾ ഇതിലിങ്ങനെ തോട്ടിലൊക്കെ മീനൊക്കെ വരും കേട്ടോ. അതിലൊക്കെ മീനൊക്കെ വരും, മീനൊക്കെ പിടിക്കാം. ഇതിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ വരും, വലിയ മീനും വരും. ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്കാണ് നമ്മൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഇരിക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഷോട്ടൊക്കെ എടുക്കുന്നത്. നമ്മുടെ വീഡിയോൻ്റെ ഷോട്ട് എടുക്കുന്ന ഏകദേശ സ്ഥലങ്ങൾ ഇവിടേക്കാണ് നമ്മൾ പല ഷോട്ടുകൾ എടുക്കുന്നത്. ഈ ഭാഗത്താണ് നല്ല ഭാഗത്താണ് ഈ പരിസരത്താണ്. ആ കാണുന്നതാണ് കണക്കപ്പറമ്പ് അമ്പലം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കൂടുതൽ വീഡിയോസൊക്കെ ഷോട്ടൊക്കെ എടുക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല രസമാണ്, ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആരുടെയും ശല്യമോ ഇല്ല, ആരുടെ പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ആടൊക്കെ വിട്ടിട്ട് വന്നിട്ട് ഷോട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നല്ല രസമാണ് കാണാൻ. മഴക്കാലത്ത് നല്ല രസമാണ്, വേനൽക്കാലത്ത് അടിപൊളി സ്ഥലമാണ്. ഷോട്ടൊക്കെ എടുക്കുന്ന സ്ഥലം ഇതാണ്. വെള്ളച്ചാട്ടവും എല്ലാ രസമുള്ള സ്ഥലമാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്, ഇവിടെ കാണാൻ അടിപൊളി സ്ഥലമാണ്. ഇത് ഷൂട്ടിംഗ് ഏരിയക്കൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. മലയാള ഫിലിംസ്, തമിഴ് ഫിലിംസ്, ഏത് ഫിലിംസ് ആണെങ്കിലും ഇവിടെ വരാം, ഷൂട്ടിങ് എടുക്കാം. നല്ല സ്ഥലമാണ്.
ഷൂട്ടിംഗ് എടുക്കുന്ന അടിപൊളി ക്ലൈമറ്റ് സ്ഥലമാണ്. ആരുടെ ശല്യമോ ആരുടെ പ്രശ്നങ്ങളോ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഷൂട്ടിംഗ് എടുക്കുകയാണെങ്കിൽ പെർമിഷനൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഫിലിം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നല്ല സ്ഥലമാണ്. ഇവിടെ ക്ലൈമറ്റ് നല്ല നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾക്ക് മഗ്‌രിബിൻ്റെ സമയമായി. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ട് നമുക്ക് അടുത്ത വീട് ഇരിക്കുക. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് ഒന്ന് പോവുകയാണ്, നിസ്കരിക്കാൻ പോവുകയാണ്. നിസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ ആരും നിസ്കാരം മുടക്കരുത്. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരങ്ങൾ മുടക്കരുത്. അങ്ങനെ അപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ്, നിസ്കരിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. പത്നാൻ ഇവിടെ ഇരിക്കും. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോവുക, നിസ്കരിക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, എല്ലാവരും അജ്ഞാനം നിസ്കരിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. പള്ളിയിൽ അപ്പോൾ പള്ളിയിൽ വെച്ച് അനാവശ്യ സംസാരങ്ങളും സംസാരിക്കരുത്. അപ്പോൾ പള്ളിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക, പള്ളിയോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അഞ്ച് നിസ്കരിക്കുക, അതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. എല്ലാവരും പള്ളിയിൽ നിസ്കരിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇതാണ് മുഹൈദ്ദീൻ ജുമാ മസ്ജിദ്, കോഴിപ്പറമ്പ്, വലശ്ശേരി കോഴിപ്പറമ്പ് പള്ളി. ജുമാ മസ്ജിദ് കോഴിപ്പറമ്പ്. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് അടുത്ത നമുക്ക് പഞ്ചായത്ത് കിണറ്റിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് അപ്പോൾ നമുക്കത് ഒന്ന് കാണാം. ഇതാണ് പഞ്ചായത്ത് കിണർ. കിണർ ഫുള്ളായിരുന്നു ഗൈസ്. ഇതിൽ മീനൊക്കെ ഉണ്ടാകും. വെള്ളം ഏകദേശം ഫുള്ളായി. കറിയൊക്കെ അറിയില്ലാതിരിക്കുന്നു. ചപ്പും ചോറൊന്നും പടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആക്കിയിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുന്ന അറിയില്ല. നല്ല മഴക്കാറുണ്ട്. ഇതാണ് പള്ളിൻ്റെ പരിസരത്തുള്ള വീടുകൾ. നമുക്ക് ബോർവിൽ കാണിച്ചിട്ട്, ബോർവിൽ, പഴയ ബോർവിൽ. പഴയ ബോർവിൽ ഇതിൻ്റെ അടുത്തിട്ടാണ് ഇത് കേടായി കിടക്കുന്നത്. ഇതിലാണ് ആദ്യകാലം നമ്മൾ വെള്ളമൊക്കെ എടുത്തത്. ഇങ്ങനെ അടിച്ചിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ ഇതിൽ നിന്നാണ് പള്ളിയിൽ വെള്ളമില്ല പറഞ്ഞ ഇതിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ പോണത്. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയി കിടക്കുന്നത്. ഹലോ ഹായ് ഗൈസ്, എവിടേക്കാണ് നിങ്ങള്? പള്ളിക്ക് കയറിയണേ. മാരി വിസ്കരിക്കാനാ? ദഫുണ്ടാ? അത് ശരി. അവരൊക്കെ കൂട്ടുകാരന്മാരൊക്കെ അതെ നേരത്തെ വന്നാ? അത് ശരി. അതെന്താ കയ്യിലെന്താണ്? കോട്ടുണ്ട് അല്ലേ? നീ എത്രല്ല പഠിക്കണേ? നീയാ? അപ്പൊ നമ്മള് വീഡിയോ എല്ലാരും കാണുക. കാണണ്ടല്ലേ നമ്മളെ വീഡിയോ? ദിവസം കാണുമോ? സിറ്റിസൺ അല്ലേ? ആയിക്കോട്ടെ. നിർത്തിയ ഇങ്ങോട്ടൊക്കെ നമ്മളെ ചാനലൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമോ? ഫോണിലൊക്കെ വരും അല്ലേ? കാണുമോ എല്ലാവരും? സാറിന്റെ ഫോണിൽ വരുമോ? റീലൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. അതില്ല. ഒരു ആഗസ്റ്റ് 26-27 അതെ, ആഗസ്റ്റ് 26. അപ്പൊ മറ്റേ എന്താ പറയാ, ഓണോ നബിദിനോ പ്രാവശ്യം ഒന്നായിരിക്കും അല്ലേ? അല്ലേ? ചൊവ്വാഴ്ച. അതെ, ബുധനാഴ്ച ചൊവ്വാഴ്ച വരുന്നേ. അടിപൊളി സൈക്കിൾ അയക്കണോ?
സൂപ്പർ സൈക്കിൾ അയക്കുന്നു അല്ലേ? ഇതാ മറ്റേ ഷെബിനുണ്ട് ഇവിടെ ഷെബി. ഇന്ന് ദഫ് ഉണ്ടല്ലേ വൈകുന്നേരം? അതെ, അത് നിങ്ങൾ സ്വന്തമായി പാട്ട് പാടുക, മൈക്ക് വെച്ച് പാടുക? സ്വന്തമായിട്ട് പാട്ടാ? സ്പീക്കറിൽ വെച്ചിട്ട് ദഫ് അല്ലേ? എനിക്ക് എത്ര കളിയുണ്ട്? പാട്ട് അതെ, 4ാമത്തെ പാട്ടാ. 8 കളി അല്ലേ? നബീദിനെ അടിപൊളിയാക്കും ഇപ്രാവശ്യം. DJ ഒക്കെ കൊണ്ടുവരില്ല? ഇല്ലേ? അതെ, ഒരു കൊല്ലം DJ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറയുക, കൊറോണന്റെ ശേഷം തോന്നുന്നു ഒരു കൊല്ലില്ലേ DJ ഉണ്ടായിരുന്നു. നല്ല മഴക്കാർ പെയ്തു തോന്നുന്നു അല്ലേ? സമയായ 52 6:52 52 അല്ലേ? 52 6:52 മകരീബ് വാങ്ങുക അല്ലേ? എല്ലാ ശനിയാഴ്ചയും ഇനി ബ്ലോഗാണ് കേട്ടോ. അടിപൊളി വീഡിയോ ഒന്ന് എടുക്കാൻ പോണേ അല്ലേ? സൈക്കിൾ അടിപൊളി സൈക്കിൾ അയക്കണല്ലേ? സൈക്കിളിന്റെ പേരെന്താ? തന്നെ പോയിക്കൊണ്ടിരിക്കോ? അല്ലാണ്ട് ഗീറിട്ട അങ്ങനെ നീങ്ങില്ല അല്ലേ? ചവിട്ടണം. ആൾക്കാരൊക്കെ യൂട്യൂബ് ഇങ്ങനെ ടച്ചും തുറന്നാ അങ്ങനെ നമ്മളെ വരും അല്ലേ? ഷോർട്സിൽ വരും അല്ലേ? അതെ, ലൈക്കൊക്കെ അടിക്കും നിങ്ങള്? അതെ, നമുക്ക് മറ്റേ പ്ലേ ബട്ടൺ പറ്റാണ്ട് നമുക്ക് വലിയൊരു 5 ഗ്രാം കേക്ക് വാങ്ങിട്ട് പ്ലേ ബട്ടൺ പറ്റാ, എന്നിട്ട് 5 ഗ്രാം കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത്. ഇപ്പോ സബ്സ്ക്രൈബർ 1500 അല്ല 1000 അല്ല 15,370 ആ 1000 അല്ല 15,000 കടന്നു. 15,370 80 എല്ലാ ഫോണിലും എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാം, വേഗം കിട്ടും. വട്ടം കിട്ടി നമുക്ക് അടിപൊളിയാക്കാം അല്ലേ? സമയമായി നോക്ക്, പള്ളി സമയം ബാങ്ക് കൊടുക്കും. പോവാ ബാങ്ക് കൊടുക്കാൻ. 6:48 6 മിനിറ്റ് ബാങ്ക് കൊടുത്തത് കേൾക്കുന്നത്. വാടാ ബാങ്ക് കൊടുത്തിട്ട് ബാങ്ക് കൊടുത്ത് കേട്ടില്ലേ? അറിയില്ല, ഞാൻ കുസാനെ കൊണ്ടുപോകാം.
പകുതിയായി തോന്നുന്നു അല്ലേ? പകുതിയായിട്ടില്ല. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പിള്ളേർ മദ്രസയിൽ ദഫ് പരിപാടി തുടങ്ങുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.